ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ്. അപ്പം അങ്ങനെ നമ്മുടെ കൊനാമി വേറൊരു പുതിയതായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് കോൺട്രാക്ട് നോക്കുകയാണെങ്കിൽ നോക്കാം ഗൈസ്. അതുപോലെ തന്നെ എന്തായാലും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റിൽ ബെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലീഗ് മിഡ്ഫീൽഡേഴ്സ് 3 പേരാണ് വന്നിരിക്കുന്നത്. ഒന്ന് ബെയില്, റോബ്സൺ, ഫെച്ചേഴ്സ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എത്രാമത്തെ ട്രയലാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, എന്തായാലും നല്ലൊരു 99% ഇതിലാണ്. എന്തായാലും പണ്ടത്തെ ബെയിലാണ് സൂപ്പർ. ഓക്കെ ഗൈസ്, അപ്പോൾ ക്രിയേറ്റീവ് പ്ലേ മേക്കർ, സ്പീഡി മുള്ളറ്റ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇപ്പോൾ 1525 കോയിനായി. അപ്പോൾ എന്തായാലും നമ്മൾ ഉറപ്പായിട്ടും ഇന്നും അല്ലെങ്കിൽ നാളെ ആയിട്ട് ഉറപ്പായിട്ടും നമ്മൾ അർജന്റീന പാക്ക് ഉറപ്പായിട്ട് എടുക്കും. ഇന്നൊരു മാച്ചിൽ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഡിവിഷൻ മാച്ചിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഓപ്പോണ്ട് എന്തായാലും അങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കിയൊക്കെ ഓപ്പോണ്ട് ആരാന്ന്. ഓക്കെ ഗൈസ്, അപ്പൊ നോക്കുകയാണെങ്കിൽ ചെക്കനത് നമ്മളിപ്പോ പറഞ്ഞുള്ള ഒരു നൈസ് സ്ക്വാഡായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും കിടൽ എന്റെ മോനെ എപ്പിക്കാർ ഫുൾ ഉണ്ട്. മെസ്സിയും ഉണ്ട് ഗൈസ്. 1500 രൂപേന്റെ കോയിന്റെ ചെക്കനപ്പോ സെറ്റാണ്. 4-1-2-3 ആണ് എടുത്തിരിക്കുന്നത് ഫോർമേഷൻ. പൊസിഷൻ ഗെയിമാണ്. നമ്മുടെ അർജന്റീന കോച്ചാണ് സംഭവം, അല്ല മാനേജർ ഗൈസ്. അപ്പോൾ സെറ്റാണ്. എന്തായാലും നമുക്ക് മാച്ചിലേക്ക് കിടക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം മാച്ചിലേക്ക് കിടന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ബെയിലിനെയോ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. എന്തായാലും ഞാൻ എടുത്തിട്ടില്ല ഗൈസ്, നമുക്ക് നോക്കണം. കോയിൻ അതാണ് പ്രശ്നം. എപ്പിക്ക് എപ്പോഴും ഗൈസ് ചിലപ്പോൾ ഒക്കെ എനിക്ക് ഫസ്റ്റ് ട്രയൽ കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റോ വാൽബിനോ വേഴ്സസ് ലയണൽ സ്കലാനി, നമ്മുടെ അർജന്റീനൻ മാനേജർ കോച്ച്. ഓക്കെ ഗൈസ്, അപ്പോൾ മാച്ചിലേക്ക് കിടക്കാം. എന്തായാലും നമ്മുടെയാണ് ഫസ്റ്റ് ടച്ച്. നോക്കി നോക്കാം ഗൈസ് എങ്ങനെ ഉണ്ടാവുന്ന മാച്ച് ഗൈസ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ. ബാർസലോണയുടെ പുതിയ ജേഴ്സി, എംബാപ്പെ ടു ജെറാഡ്. ഓക്കെ, ബെക്കംബാർ, ഗ്രീസ്മാൻ, കേസ്മറോ, ജെറാഡ്, എടാ നെയ്മർ, എടാ ഓക്കെ കിട്ടിയിട്ടുണ്ട്. നൈസ് ചാൻസ്. എടാ ഗോളി. ഞാൻ വിചാരിച്ച ഗോളി കയറി ഒന്ന് അടിച്ചു കളയുമെന്ന് വിചാരിച്ചു. എടാ നെക്സ്റ്റ് എവിടെ ഉള്ളതുകൊണ്ട്. ഓക്കെ കോച്ചേട്ടാ, മെസ്സി, ഡിബ്രൂണി. ഡിബ്രൂണി, എന്റെ മോനെ നമ്മുടെ ഗോളി എടുത്തു ഗൈസ്. ഗൈസ് അപ്പൊ കോർണർ കിക്ക് വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ മെസ്സിയാണ് എടുക്കാൻ പോണേ. എന്റെ മോനെ നോക്കി നോക്കാം എന്തായാലും. ഓക്കെ എടാ എംബാപ്പെ നെക്സ്റ്റ് കോസ്റ്റേട്ടാ. ലാംബേർഡ്. എംബാപ്പയിലേക്ക് എത്തിയില്ല ഗൈസ്. എന്റെ മോനെ നല്ലൊരു ഷോട്ടായിരുന്നു, പക്ഷെ മേടിക്കൂടെ പോടാ. വാൽവർഡേന്റെ വെച്ച്. ഓക്കെ എടാ നൈസ് ഒരു ചാൻസ് മിസ്സായല്ലോ. എടാ എന്തുവാടെ കാണിക്കുന്നത്. എടേ ചെറ. ഓക്കെ ഡിബ്രൂണി, ലാംബേർഡ്, മെസ്സി, ജെറാഡ്, മെസ്സി. ഗൈസ് കറക്റ്റ് ഗോളിലേക്ക് തന്നെ ഗൈസ്. എൻ്റെ മോനെ നൈസ് ഒരു ചാൻസ് ആയിരുന്നു നേരത്തെ നമ്മൾ മിസ്സാക്കിയത്.
ഗൈസ് അപ്പോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഓഫ് സൈഡ് ആയിരുന്നു. പക്ഷെ നേരത്തെ നല്ലൊരു ചാൻസ് ആണ് ഗൈസ് കിട്ടിയത്, പക്ഷെ അത് മിസ്സായിപ്പോയി. എന്തായാലും നമുക്ക് നോക്കാം. വീട്ടിൽ വെച്ച് ഗോളി ടു കേസ് റോയിലോട്ട് കിട്ടിയിട്ടുണ്ട്. ഈ നെക്സ്റ്റ് എവിടെയുണ്ട് ഗൈസ് കേറിയില്ല. ഗൈസ് അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഷോട്ട് നമ്മൾ 2 അടിച്ചിട്ടുണ്ട്, അവർ ഒരു ഷോട്ട് അടിച്ചിട്ടുള്ളൂ. ഷോട്ട് ഓൺ ടാർഗറ്റ് ഫൗൾ അവർക്കാണ്. എന്തായാലും നമുക്ക് നോക്കിയോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഓപ്പോണന്റ് സെറ്റാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ യമാലിനെ കുറച്ച് കഴിഞ്ഞ് ഇറക്കാം, റാഷ്ഫോർഡിനെ ഇറക്കിയാലോന്നുണ്ട് ഗൈസ്. അതുപോലെ തന്നെ ബ്രൂണോനെ ലേശം കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കാം ഗൈസ്. അപ്പോൾ സെറ്റാണ്. നമുക്ക് വേറെ ആരെയും അതുപോലെ ഇപ്പം ആരും ഇറക്കുന്നില്ല നമ്മളെന്തായാലും. നമുക്ക് ഫോർലാൻ ഉണ്ടല്ലേ ഗൈസ്. അതുപോലെ തന്നെ നമുക്ക് ലൂയിസ് ഫിഗോനെ ഇറക്കാം ഗൈസ്. ലൂയിസ് ഫിഗോനെ കുറേ ഇറക്കിയിട്ട് ലെഫ്റ്റ് വിങ് ഫോർവേഡ് ആയിട്ട് നമുക്ക് ഇടാം. ഓക്കെ, ഇപ്പം എന്തായാലും സെറ്റാണ്. ഓപ്പോണ്ട് വരട്ടെ ഗൈസ്. എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താവുന്ന ഹാഫ് ടൈമിന് ശേഷം. ഓക്കെ, ലൂയിസ് ഫിഗോ ഓർ നമ്മുടെ റാഷ്ഫോർഡ്. ഓക്കെ, ഇതിൻ്റെ യമാനെ നമുക്കൊരു 70 കഴിഞ്ഞിട്ട് ഇറക്കാം. ചെക്കൻ്റെ ഒരു ഭാഗ്യം ഉണ്ടാവുമെന്ന് എനിക്ക് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ അവരുടെ ഇതാണ് ടച്ചാണ്. ഓക്കെ, മെസ്സി. ഓക്കെ, നെയ്മർ. ഓഫ്, എടാ ഈ ബെക്കംബർ ഒരു പണി വന്നല്ലോ ഗൈസ്. ഓക്കെ, ത്രോ പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ റോഡ്രിഗർ എന്തായാലും ത്രോ അറ്റാക്ക് ചെയ്തു നൈസായിട്ട്. എടാ ഈ വൈറ്റ് ഇവന്മാരിവിടെ കുഞ്ഞത്തെ ക്രോസ് എടുക്കാൻ സമ്മതിക്കരുത് ഗൈസ്. ഓക്കെ, എടാ കോസ്റ്റ് കട്ട ദി ബ്രൂണി. ഓക്കെ, നെയ്മർ. എടാ സ്കില്ല് ചെയ്ത് കേർ. ബെക്കംബർ. ഓക്കെ, ലാംബേർഡ്. ലാംബേർഡിലേക്കാണ് ഗൈസ്. ഈ ചെക്കന്മാരോട് ഓഫ്. എടാ നെയ്മർ. ഓഫ് ഗൈസ്, സെക്കൻഡ് ക്രോസ് അടിച്ചു. എന്തായാലും നമ്മുടെ ഗോൾ പിടിച്ചോണ്ട് അത് കയറിയില്ല ഗോള്. ഓഫ്, എന്തായാലും നൈസ് ഷോട്ട് അടിക്കാനുള്ള പരിപാടിയായിരുന്നു ഗൈസ്. ലാംബേർഡ് എൻ്റെ മോനെ. ഇവൻ ഓക്കെ കിട്ടിയിട്ടുണ്ട്. ഓഫ്, ഗ്രീസ്മാൻ. ഞാടാ നെസ്റ്റ. ഈ നെസ്റ്റ് ചെയ്തുകൊണ്ട് സ്കൂൾ. ഓക്കെ, ദി ബ്രൂണി. മെസ്സി ഫുൾ ബാക്ക് ടു ഫുൾ. ഓക്കെ, ഗ്രീസ്മാൻ. ഓക്കെ ഗൈസ്. അപ്പോൾ അങ്ങനെ മാച്ച് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും 2 പേർക്കും ഗോൾ അടിക്കാൻ പറ്റില്ല. നല്ലൊരു ഓപ്പോണ്ട് തന്നെയാണ് വന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഷോട്ട് നോക്കുകയാണെങ്കിൽ ചെക്കൻ 3 ഷോട്ട് അടിച്ചിട്ടുണ്ട്. നമ്മൾ 1 ഷോട്ട് അടിച്ചിട്ടുള്ളൂ, പക്ഷേ എന്തായാലും കിടന്നായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ജസ്റ്റ് പ്ലെയർ റേറ്റിംഗ് ആരൊക്കെ ഉള്ളതെന്ന്. നമ്മുടെ നോക്കുകയാണെങ്കിൽ കേസ്മിറോ
റോഡ്രിഗർ. ഓക്കെ, ഒപ്പം നോക്കുകയാണെങ്കിൽ ബെക്കംബർ, കോസ്റ്റേട്ട, നെസ്റ്റ. ഈ നെസ്റ്റ കാരണമാണ് കുറെ ഇതൊക്കെ തട്ടിപ്പോയത്. അല്ലെങ്കിൽ നമ്മൾ ഒരു ഗോളെങ്കിലും കയറേണ്ടിയായിരുന്നു. അപ്പൊ ഇതുപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ, ബൈ.